ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനിൽ മനസ്സ് വച്ചിരുന്നതുകൊണ്ട് അവരോട് പ്രത്യേകിച്ചൊരു പ്രിയമോ അങ്ങനെ ചെയ്യാത്തവരോട് ദ്വേഷ്യമോ ഭഗവാന് ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഭഗവാൻ പറയുന്നു, ഈ ജീവിതത്തിൽ തന്നെ നന്മ ചെയ്യുന്നവർക്ക് മാത്രമേ ഭഗവാനെ ഭജിക്കാൻ പാടുള്ളൂ, അല്ലാത്തവർ എന്നും പാപികളായി തുടരണമോ എന്നൊരു സംശയമുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നു, വേണ്ട. നിങ്ങൾ എന്ന് എന്നെ ഭജിക്കാൻ തുടങ്ങുന്നുവോ അന്നു മുതൽ നിങ്ങളൊരു ദുരാചാരനാണെങ്കിൽ പോലും പതിയെ സദാചാരനായിട്ട് വന്നുകൊള്ളും. അതാണ് 30-ാമത്തെ ശ്ലോകം. അപി ചേത് സുദുരാചാരഃ ഭജത്തെ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യഃ സമ്യക് വ്യവസിതോ ഹി സഹ. സുദുരാചാരഃ അപി, ജീവിതത്തിൽ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തു എങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വച്ച് രത്നാകരന് സപ്തർഷികളുടെ ദർശനമുണ്ടായപ്പോൾ മനം മാറ്റം സംഭവിച്ചതുപോലെ, അങ്കുലീമാലയ്ക്ക് ശ്രീബുദ്ധൻ്റെ ദർശനം ലഭിച്ചപ്പോൾ മനം മാറ്റം സംഭവിച്ചതുപോലെ, അങ്ങനെ ആർക്കെങ്കിലും താൻ ചെയ്തു പോയ പ്രവൃത്തികളിൽ കുറ്റബോധം തോന്നുകയും അതിന് പ്രായശ്ചിത്തമായി തനിക്ക് മാറണം, തൻ്റെ ഈ ദുരാചാരമൊക്കെ തനിക്ക് ഒഴിവാക്കണം എന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാം പരമാത്മാവായ എന്നെ അനന്യഭാഗ് അന്യചിന്ത കൂടാതെ ഭജതേ ചേത് ഭജിക്കുകയാണെങ്കിൽ സഹ ആ ഭക്തനെ സാധുഹു ഏവ, ആ ഭക്തൻ സാധുഹു ഏവ, അവൻ ഒരു സജ്ജനമായി എന്ന് തന്നെ കരുതിക്കൊള്ളുക. സഹ അങ്ങനെയുള്ള അവൻ സമ്യക് വ്യവസിതഃ ഹി, തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം വന്ന് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവൻ തന്നെയാണ്. വ്യവസായാത്മിക ബുദ്ധി എന്നാൽ ലക്ഷ്യബോധം വന്ന ബുദ്ധി. അതിലേക്ക് അവൻ വൈകാതെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഒരുപക്ഷെ കുറേ കാലം ദുരാചാരനായിട്ട് ഈ സമൂഹത്തിൻ്റെ മുഴുവൻ വെറുപ്പ് ഏറ്റുവാങ്ങിയെങ്കിൽ പോലും ആ ദുരാചാരത്തിലൂടെ തന്നെ പൂർവജന്മത്തിലെ ആ പാപവാസനകളൊക്കെ ഒടുങ്ങിയാൽ പിന്നെ അവശേഷിക്കുന്നത് പുണ്യത്തിൻ്റെ ഫലമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഏതെങ്കിലും ഒരു മഹാത്മാവിൻ്റെ ദർശനം ലഭിക്കുന്നത്. അങ്ങനെ ഒരു ദർശനത്തിലൂടെ അയാൾക്ക് മനംമാറ്റം സംഭവിച്ചിട്ട് അങ്ങനെ ഒരാൾ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയാൽ, ഒരു പക്ഷേ വർഷങ്ങളായി ഭഗവാനെ ഭജിക്കുന്നവരെക്കാളും ആ ഒരു അഗാധമായ അത്യധികമായ പ്രേമത്തോടുകൂടെ ആ ആൾക്ക് അടുക്കാൻ സാധിക്കും. കാരണം അയാളുടെ സ്വഭാവം തന്നെ എന്തിലും ഒരു തീവ്രതയാണ്. തെറ്റ് ചെയ്തപ്പോൾ എത്ര തീവ്രതയോടെ തെറ്റ് ചെയ്തുവോ, മനം മാറ്റം വരുമ്പോൾ അതേ തീവ്രതയോടെ ഭക്തി ചെയ്യാനും ആ ആൾക്ക് സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ആളെ പിന്നീട് അയാൾ മുമ്പ് ചെയ്ത കർമ്മത്തിൻ്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്തരുത്. അയാളെ ഒരു നല്ലവനായിട്ട്, സാധുവായിട്ട്, സജ്ജനമായി കണക്കാക്കി ചേർത്ത് പിടിക്കണം.
കാരണം അയാൾ എന്നിലേക്ക് വരുവാൻ ലക്ഷ്യം ആ മനസ്സിൽ ഉറപ്പിച്ച് ആ ലക്ഷ്യബോധം കൈവന്നവൻ തന്നെയാണ്. ഇതാണ് ഭഗവത്ഗീതയുടെ മഹത്വം. ഒരാളെയും നീ പാപിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നില്ല. അത് നിങ്ങളുടെ പൂർവജന്മ വാസന കൊണ്ട് നിങ്ങൾ ചെയ്തു പോകുന്നു. എന്നാൽ അങ്ങനെ ചെയ്ത് ആ വാസന നശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നശിക്കുമ്പോൾ എല്ലാ പാപം ചെയ്തവർക്കും ഒരു ഘട്ടത്തിൽ മനംമാറ്റം സംഭവിക്കാറുണ്ട്. പക്ഷേ ചില നിർഭാഗ്യം കൊണ്ട് അത് തിരിച്ചറിയാൻ ഈ സമൂഹത്തിന് പറ്റാറില്ല. ഒരുപക്ഷെ ആ മനംമാറ്റം വന്നവരെക്കാളും ദുഷ്ടബുദ്ധികളായിരിക്കും ഭക്തരെന്ന് നടിച്ചു നടക്കുന്നവർ. എന്നാൽ പോലും കുറേ നാളുകളായിട്ട് ഭക്തനാണ് എന്ന ഒരു ലേബൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഒരു ധാരണയുണ്ടാവും, പാപികളെന്നും പാപികൾ തന്നെയാണ്, അവരെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെയല്ല ഭഗവാൻ പറയുന്നത്. ഇവിടെ എല്ലാവർക്കും ഭക്തിക്ക് അവസരമുണ്ട്. മനസ്സാണ് പ്രധാനം. ബാഹ്യമായിട്ടുള്ള ഒരാളുടെ കർമ്മങ്ങൾ കൊണ്ട് ഒരാളെ വിലയിരുത്തരുത്. ആ ആളിൻ്റെ മനസ്സിൽ വന്ന മനംമാറ്റം അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ മുമ്പ് ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞ് അവരെ വേദനിപ്പിക്കരുത്. അവർക്ക് നന്നാവാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഭഗവാൻ ഏതെങ്കിലും ഒരു മഹാത്മാവിനെ അത്രയും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വ്യക്തി കഴിഞ്ഞ ജന്മത്തിലൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഭഗവാൻ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരാൾക്ക് ജീവിതത്തിൽ പിന്നീട് മാറ്റം സംഭവിക്കും. ഭഗവാൻ ചേർത്ത് പിടിക്കുന്നയാളെ എന്തുകൊണ്ട് നമുക്ക് ചേർത്ത് പിടിച്ചുകൂടാ? അതുകൊണ്ട് ഒരിക്കലും ജീവിതകാലം മുഴുവൻ ഒരാളെ പാപിയായി കണക്കാക്കരുത്. അവർക്കും അവസരമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു പക്ഷേ ആദ്യമേ ഒരു വിശ്വാസിയായി തുടരുന്ന ഒരാളെക്കാളും തീവ്രത ഇത്തരത്തിൽ മനംമാറ്റം വന്ന് ഭക്തിമാർഗത്തിലേക്ക് വരുന്നവർക്ക് ഉണ്ടാകും. അത് ഈ കാലം ഇവിടെ പലരും തെളിയിച്ച കാര്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് ഭക്തന്മാരെ നമുക്ക് കാണാം. അപ്പോൾ അവരെ ഭഗവാൻ പറയുന്നു സജ്ജനമായിട്ട് കണക്കാക്കണം. अपि चेत् सुदुराचारो भजते मामनन्यभाक् साधुरेव समन्तव्य सम्यक् व्यवसितो हि सा. ദുഷ്ടാത്മാവ് പോലും വളരെ പെട്ടെന്ന് ധർമാത്മാവായി മാറുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ പറയുന്നു 31-ാമത്തെ ശ്ലോകം, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി കൗന്തേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ദുരാചാരനായാൽ പോലും എന്ന് മനം മാറ്റം വരുന്നുവോ അപ്പോൾ തന്നെ, അതാണ് ക്ഷിപ്രം, വളരെ പെട്ടെന്ന് അയാൾക്ക് മാറാൻ സാധിക്കും. അതിന് കാരണം അയാളുടെ മനസ്സിൽ എന്തും തീവ്രമായിട്ട് സ്വീകരിക്കുന്ന ഒരു സ്വഭാവമാണ്. അതാണ് ക്ഷിപ്രം. വളരെ പെട്ടെന്ന് ആ ആൾ ധർമാത്മാഭവതി, ഉള്ളിൽ ധാർമ്മിക ബോധം ഉള്ളവനായി തീരുന്നു. അതുകൊണ്ട് തന്നെ ശാശ്വതമായ ശാന്തിം നിഗച്ഛതി, ആ ശാന്തി അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്നു. കൗന്തേയ, അർജുന, പ്രതിജാനീഹി, ഞാൻ ഉറപ്പ് തരുന്നു, നീ ധരിച്ചുകൊള്ളൂ, മേ ഭക്തഃ, എന്നിൽ ഭക്തി ചെയ്യാൻ ഉറപ്പിച്ച ഒരാൾ ന പ്രണശ്യതി, ഒരിക്കലും ദുഃഖിക്കുകയില്ല, അവൻ നശിക്കുകയില്ല. ഇത് എൻ്റെ വാക്കാണ്. ഭഗവാൻ പറയുന്നു,
ആ ഒരു ആകുന്നത് പോലും എന്തിനോടൊക്കെയോ ഉള്ള ഒരു തരം അമർഷമാണ്. ആ അമർഷത്തിൽ നിന്നാണ് പലപ്പോഴും പലരും കുറ്റവാളികളായി തീരുന്നത്. അത് പതുക്കെ ഭഗവാനോടാണ്, ഭഗവാന്റെ നേർക്കാണ് ആ ഒരു ചിന്തയെ തിരിച്ചുവിടുന്നതെങ്കിൽ ആ ഒരു തീവ്രത പെട്ടെന്ന് ഭഗവാനിലേക്ക് അങ്ങോട്ട് കയറിപ്പിടിക്കും. അതൊരു അഗ്നി പോലെയാണ്. അഗ്നിബാധ ഏറ്റെന്നത് പോലെ ഉണങ്ങിക്കരിഞ്ഞ വിറക് പെട്ടെന്ന് ആ തീയെ ആവാഹിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ. കാരണം അവർക്ക് മനസ്സ് വല്ലാതെ ഒരു അശാന്തിയിലുള്ളവരായിരിക്കും. അത്തരത്തിലുള്ളവർ അങ്ങനെയുള്ളവരായിരിക്കും. അപ്പോൾ ഭഗവാനിൽ മനസ്സുറപ്പിച്ച ഏതെങ്കിലും ഒരു മഹാത്മാവിൻ്റെ ദർശനം കൊണ്ട് മാത്രം അവരുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ശീതളിമ ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു ആവേശമാണ് ഭഗവാനെക്കുറിച്ച് അറിയാനും ആ ഭക്തി ചെയ്യാനും. ഇത്തരത്തിലുള്ളവരെ ഭഗവാനാകട്ടെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയും ചെയ്യും. കാരണം ഭഗവാൻ എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ആ ആളിൻ്റെ ചില കർമ്മ വാസനകൾ തീരാൻ ഭഗവാൻ കാത്തു നിൽക്കുകയായിരുന്നു. അത് കഴിയുമ്പോൾ ഭഗവാൻ ചേർത്ത് പിടിക്കുന്നു. പിന്നെ ഒരിക്കൽ ആ ഭക്തിയുടെ പാതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് നാശമില്ല, അധപ്പതിക്കുകയില്ല അവൻ. ഇത് ഭഗവാൻ തരുന്ന വാക്കാണ്. നമേ ഭക്ത പ്രണശ്യതി, അവൻ നശിക്കുകയില്ല. പിന്നീട് ഒരു തെറ്റും അവനെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. അതിനുള്ള അവസരം വന്നാൽ പോലും അത് അത്രയും നികൃഷ്ടമെന്ന രീതിയിൽ അവൻ അതിൽ നിന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും. കാരണം ശരിയായ ഭക്തി ഉറച്ച ഒരാൾക്ക് ഒരു തെറ്റും ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു സത്യവാക്കാണ്, ഇതൊരു അനുഭവവാക്യമാണ് പറയുന്നത്. അതുവരെ എന്തൊക്കെ തെറ്റ് ചെയ്താലും യഥാർത്ഥ ഭക്തിയുള്ള ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസിയാണ് എന്ന് പറയുകയും തെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അയാളൊരു ഭക്തനേ അല്ല. കാരണം ഭഗവാൻ ഈ പറഞ്ഞത് പ്രകാരം ഒരു ഭക്തൻ തെറ്റ് ചെയ്യുകയില്ല, ഒരാളെയും വേദനിപ്പിക്കുകയില്ല, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കുകയില്ല. അതാണ് ശരിയായ ഭക്തി. അതിനെക്കുറിച്ച് ഭഗവാൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പുറമേയുള്ള ബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകടനങ്ങളും ഒന്നുമല്ല ഭക്തി. മനസ്സിൻ്റെ ഈ ഒരു ശാന്തഭാവമാണ്. എല്ലാവരെയും ഈശ്വരന് തുല്യം കാണാനുള്ള മനസ്സ്. ആ ഒരു മനസ്സ് കൈവരുമ്പോൾ മാത്രമേ ശാശ്വതമായ ശാന്തിയെ ലഭിക്കുകയുള്ളൂ. അങ്ങനെയൊരു ഭക്തനായി തീർന്നാൽ അവൻ ഒരിക്കലും അധപ്പതിക്കുകയില്ല, ഒരിക്കലും നശിക്കുകയില്ല. നശിക്കാൻ ഭഗവാൻ സമ്മതിക്കുകയില്ല. അതാണ് സത്യം. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്തേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഭഗവാൻ വർണ്ണാശ്രമ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ സൂചിപ്പിച്ചു, ഒരാൾ ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആയി മാറുന്നത്. അയാളുടെ ജീവിതത്തിലെ അയാളുടെ കർമ്മങ്ങൾ, സ്വഭാവം, അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അയാൾ ഒരു ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ എന്നൊക്കെ. ഇതിൽ ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും ആയിത്തീരുന്നത് ഭഗവാൻ ഈ പറഞ്ഞ രീതിയിലാണ്. അങ്ങനെ മാത്രമേ എടുക്കാവുള്ളൂ. ഇവിടെ കുലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ഒരു സാത്വിക ഗുണത്തിൽ സാത്വിക സ്വഭാവത്തോടുകൂടെ ജനിക്കുക, അതാണ് ബ്രാഹ്മണൻ. സാത്വികവും രാജസികവുമായ സ്വഭാവത്തോടുകൂടെ ജനിക്കുമ്പോൾ അവൻ ക്ഷത്രിയൻ. അപ്പോൾ ഇത്തരത്തിലുള്ളവർ വളരെയധികം
പുണ്യം ചെയ്തിട്ടുണ്ടാകണം. മുജ്ജന്മങ്ങളിൽ ചെയ്ത പുണ്യപ്രവൃത്തികൾ കൊണ്ടാണ് ഒരാൾ സ്വഭാവം കൊണ്ട് ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആകുന്നതെങ്കിൽ തീർച്ചയായും ആ പുണ്യത്തിൻ്റെ ഫലം കുറയുന്ന ഒരാൾ, അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്ന ഒരാൾ ആയിരിക്കും പിന്നീടുള്ള ജന്മത്തിൽ വൈശ്യനോ ശൂദ്രനോ ആയി ജനിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ഭഗവാൻ സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അത്തരക്കാർക്ക് ഭക്തിയിലൂടെ ശ്രേഷ്ഠരായിത്തീരാം എന്നാണ് ഭഗവാൻ 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേപി സ്യുഹു പാപയോനയഃ സ്ത്രിയഃ വൈശ്യാഃ തഥാ വൈശ്യാസ്തഥാ ശൂദ്രാഃ തേപി യാന്തി പരാം ഗതിം. ഹേ പാർത്ഥ, അല്ലയോ അർജുന, ആരൊക്കെയാണോ പാപയോനയഃ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് സ്ത്രീയഃ സ്ത്രീകളോ വൈശ്യാഃ വൈശ്യന്മാരോ തഥാ ശൂദ്രാഃ അതുപോലെ ശൂദ്രന്മാരോ ആയി സ്യുഹു അങ്ങനെ ആയി ഭവിക്കുന്നത് അവർ പോലും ആ കിട്ടിയ ജന്മത്തിൽ മാം വ്യപാശ്രിത്യ എന്നെ അനന്യചിന്തയോടെ ഭജിച്ചാൽ പരാം ഗതിം യാന്തിഹി ആ പരമമായ അനുഭവത്തിൽ ബ്രഹ്മാനുഭവത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ സ്ത്രീകളെയും പാപയോനികളായിട്ട് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു അതിശയം തോന്നാം. കാരണം സ്ത്രീജന്മം പുണ്യജന്മം ശ്രേഷ്ഠജന്മം, സ്ത്രീകളെ ആദരിച്ചാൽ മാത്രമേ ശ്രേഷ്ഠരാവുകയുള്ളൂ എന്ന് മനു പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾ പാപികളായിത്തീരുന്നത്, അല്ലെങ്കിൽ പാപം കൂടുതൽ ചെയ്തവരാണ് സ്ത്രീകളായി ജനിക്കുന്നത് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അതിന് ഈ ലോകത്തിലെ സ്ത്രീകളുടെ ജീവിതം തന്നെയാണ് തെളിവ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു അനുപാതം വെച്ച് നോക്കിയാൽ ഈ ലോകത്ത് പാവപ്പെട്ടവരായാലും ശരി, പണക്കാരായാലും ശരി, വിദ്യാഭ്യാസം നേടിയാലും ശരി, ഇല്ലെങ്കിലും ശരി, സ്ത്രീകൾ അനുഭവിക്കുന്നത് പോലെ ഒരു ദുരിതം ഈ ലോകത്തിൽ ഒരു പുരുഷനും അനുഭവിക്കുന്നില്ല. ആനുപാതികമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പുരുഷന്മാർ ദുഃഖം അനുഭവിക്കുന്നില്ല എന്നല്ല, പക്ഷേ ആനുപാതികമായി നോക്കിയാൽ എവിടെയും ചൂഷണത്തിന് ഇരയാകുന്നവർ അത് സ്ത്രീകൾ തന്നെയാണ്. സ്വന്തം വീടുകളിൽ എത്ര വിദ്യാസമ്പന്നരായ പുരുഷന്മാർ പോലും ചിന്തിക്കുന്നത് ഭാര്യ തൻ്റെ ഒരു അടിമയെപ്പോലെ ജീവിക്കണം, തന്നെ അനുസരിച്ച് ജീവിക്കണം, താൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യമായിരിക്കണം അവൾക്ക് വലുത്. ഇങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാർ തന്നെയാണ് കൂടുതൽ. ഇനി തൊഴിലിടങ്ങളിൽ അവൾ അനുഭവിക്കുന്ന ചൂഷണം ഈ സമൂഹത്തിൽ മൊത്തം ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്ത്രീകൾ അനുഭവിക്കുന്ന പലവിധത്തിലുള്ള ദുഃഖങ്ങളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച് പത്രം വായിച്ചാൽ മതി. വേണ്ട, നമുക്കറിയാവുന്നവർ അവരോട് സംസാരിച്ചാൽ തന്നെ മതി. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പാപം ചെയ്തവരാണ് സ്ത്രീകളായി ജനിക്കുന്നത്. എന്നാൽ തങ്ങൾ പാപികളാണല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടുകയല്ല വേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നു. എന്നെ ആശ്രയിക്കൂ, ഈ ജന്മം ഏറ്റവും ശ്രേഷ്ഠകരമാക്കൂ. അതിൻ്റെ ഉദാഹരണമായിരുന്നു ഭഗവാന്റെ പ്രിയപ്പെട്ട ഗോപികമാർ. ഏത് കാലത്തും
ഭക്തിയുടെ ഉത്തമ ഉദാഹരണമായിട്ട് ഭഗവാൻ തന്നെ എടുത്തു കാണിക്കുന്നത് ഗോപികമാരെയാണ്. അവർ സ്ത്രീകളായിരുന്നു. ഒപ്പം മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകളായ വനിതകളായി കണക്കാക്കുന്ന കുന്തിയും ദ്രൗപദിയും അവർ ആദരിക്കപ്പെട്ടത് രാജപത്നിമാരായതുകൊണ്ടല്ല, അവർ കൃഷ്ണഭക്തകളായിരുന്നത് കൊണ്ടാണ്. രാമായണത്തിൽ ശബരി കുലം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴ്ന്ന ജാതിക്കാരി. പക്ഷേ ആ ശബരിയുടെ പേരിൽ ഒരു ആശ്രമം, ഇന്നൊരു സ്ഥലം, പുണ്യസ്ഥലം തന്നെയുണ്ട്, ശബരിമല. ഇനി ഈ കലിയുഗത്തിൽ നോക്കിയാൽ മീരാബായി, ആൾവാർ, കേരളത്തിൽ കുറൂറമ്മ, മഞ്ജുളാൽ, ഇവരൊക്കെ തന്നെ ഭക്തി കൊണ്ട് ശ്രേഷ്ഠകളായവരാണ്. അതാണ് ഭഗവാൻ പറയുന്നത്, പാപികളായി, പാപം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ സ്ത്രീകളായി ജനിച്ചത്. പക്ഷേ എന്തിനു വിഷമിക്കണം? എന്നിലേക്ക് വരൂ, നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠകളായി ജീവിക്കൂ. ഈ ലോകം മുഴുവൻ നിങ്ങളെ അംഗീകരിക്കും, ആരാധിക്കും. മറ്റൊരു കാര്യത്തിനും സ്ത്രീകളെ ശക്തരാക്കാനും ശ്രേഷ്ഠകളാക്കാനും സാധ്യമല്ല. ഇത് ഭഗവാൻ തരുന്ന ഉറപ്പാണ്. ഇതുപോലെ തന്നെയാണ് വൈശ്യരായ ആളുകളോടും ഭഗവാൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ വൈശ്യരായിട്ടുള്ള ആളുകൾ വ്യാപാരികളാണ്. കൂടുതൽ ധനം നേടുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു മതം, മാത്സര്യം, അതവരെ വഴിതെറ്റിക്കും. അങ്ങനെയുള്ളവരാണ് പൊതുവെ ലഹരികൾക്ക് അടിമകളാകുന്നത്. പണം കൂടുതൽ വരുമ്പോൾ സന്തോഷം തേടിപ്പോകുന്നു. അങ്ങനെ നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അത്തരത്തിലുള്ള ആ പ്രലോഭനങ്ങളിൽ നിന്ന് വഴിമാറ്റി മനസ്സ് ഭഗവാനിലേക്ക് കൊണ്ടുപോയാൽ, എത്രയോ വ്യാപാരികളെ നമുക്കറിയാം, ക്ഷേത്രങ്ങൾക്കു വേണ്ടി തങ്ങളുടെ പണം ചെലവിട്ട് അതിൽ ശ്രേഷ്ഠത കൈവരിക്കുന്നവർ. അങ്ങനെ വ്യാപാരികളും ഭക്തിയിലൂടെ ശ്രേഷ്ഠരായിത്തീരുന്നു. ഇനി ശൂദ്രഗുണമുള്ളവർ, അവർ മറ്റുള്ളവരെ സേവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഈ ലോകത്തിൽ പ്രശസ്തരായ ആളുകളുടെ സേവകനാണെന്ന മേനി നടിക്കാതെ ആ ഭഗവാന്റെ സേവകനാകൂ, നിങ്ങൾ ശ്രേഷ്ഠരായിത്തീരും. ഇവരൊക്കെ തന്നെ പാപം കൂടുതൽ ചെയ്തതുകൊണ്ടാണ് സ്ത്രീകളും വൈശ്യരും ശൂദ്രരും ഒക്കെ ആയതെങ്കിൽ, ഭക്തി എന്ന ഒരൊറ്റ സാധനമതി, നിങ്ങൾ ശ്രേഷ്ഠരായിത്തീരും, ഉത്തമരായിത്തീരും, ഭഗവാനിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് ഭഗവാൻ ഉറപ്പു തരികയാണ്. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേപി സ്യുഃ പാപയോനയ സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാ തേപി യാന്തി പരാം ഗതിം. ചെയ്ത പാപത്തിൻ്റെ ഫലമായി ജനിച്ച ഇവർക്ക് പോലും എന്നിലേക്ക് എത്തിച്ചേരാമെങ്കിൽ ബ്രാഹ്മണന്മാരുടെയും ക്ഷത്രിയന്മാരുടെയും കാര്യം ഞാൻ പിന്നെ പറയേണ്ടതുണ്ടോ? അതാണ് 33-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ചോദിക്കുന്നത്. കിം പുനഃ ബ്രാഹ്മണാഃ പുനർബ്രാഹ്മണാഃ പുണ്യാഃ ഭക്താഃ രാജർഷയഃ തഥാ രാജർഷയസ്തഥാ അനിത്യം അസുഖം അനിത്യമസുഖം ലോകമിമം പ്രാപ്യ ഭജസ്വമാം. പുണ്യാഃ ബ്രാഹ്മണാഃ, പുണ്യത്തിൻ്റെ ഫലമായി ബ്രാഹ്മണന്മാരായിട്ട് സ്വഭാവം കൊണ്ട് ബ്രാഹ്മണരായി തീർന്ന, തഥാ അതുപോലെ ഭക്താഃ രാജർഷയഃ, രാജാക്കന്മാരാണെങ്കിലും മനസ്സിൽ അനന്യമായ ഭക്തിയോടുകൂടെ കർമ്മയോഗമനുഷ്ഠിക്കുന്ന ഋഷിതുല്യരായ രാജാക്കന്മാർ, അവരാണ് രാജർഷിമാർ. ജനകൻ, അംബരീഷൻ ഇവരൊക്കെ രാജർഷികളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ രാജർഷിമാരും കിം പുന
ഇനി ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ടോ? അവർ തീർച്ചയായും അവർ ഈ ജന്മത്തിൽ തന്നെ, ജനനം മുതൽക്ക് തന്നെ അവർ ആ പുണ്യത്തെ അനുഭവിച്ചുകൊണ്ട്, മനസ്സ് ഭഗവാനിൽ വെച്ചുകൊണ്ട് അത്യധികമായ ആനന്ദത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് അർജുന, അനിത്യം, ഈ ലോകം അനിത്യമാണെന്ന് നിരന്തരം മനസ്സിനെ ഓർമ്മിപ്പിക്കുക. അസുഖം, ഇവിടെ ശാശ്വതമായിട്ട് ഒരു സുഖവും നിനക്ക് കിട്ടുകയില്ല. ഇമം ലോകം, അതാണ് ഈ ലോകം. ഇങ്ങനെയുള്ള ഈ ലോകത്ത് പ്രാപ്യ വന്നു ചേർന്നു. പുണ്യവും പാപവും ഇടകലർന്ന് അങ്ങനെയുള്ളവരാണ് ഇവിടെ ഈ ലോകത്ത് വന്ന് ജനിക്കുന്നത്. വന്നു ചേർന്ന സ്ഥിതിക്ക് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേയുള്ളൂ. മാം ഭജസ്വ, എന്നെ ഭജിക്കുക, അനന്യഭക്തിയോടെ ഭജിക്കുക. ജീവിതം ഉത്തമമായി തീരും, ശ്രേഷ്ഠമായി തീരും, യാതൊരു സംശയവും വേണ്ട. പാപത്തിൻ്റെ ഫലമായിട്ട് ജനിച്ചവർക്ക് പോലും എന്നിലേക്കെത്താമെങ്കിൽ പുണ്യത്തിൻ്റെ ഫലമായി ജനിച്ച സ്വഭാവം കൊണ്ട് തന്നെ ബ്രാഹ്മണരും ക്ഷത്രിയരും, ആ ക്ഷത്രിയർ തന്നെ പൂർണ്ണമായി അനന്യഭക്തിയോടെ ഭഗവാനെ ഭജിക്കുമ്പോൾ അവർ രാജർഷികളായിത്തീരുന്നു, ഋഷിതുല്യരായിത്തീരുന്നു. അവർ എന്നിലേക്ക് എത്തിച്ചേരുമെന്ന് ഞാനിനി പ്രത്യേകം പറയേണ്ടതുണ്ടോ അർജുന? നീ ഒരു ക്ഷത്രിയനാണ്, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, നിന്നെപ്പോലെയുള്ള ക്ഷത്രിയന്മാർക്ക് എന്നിലേക്കെത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ഈ ലോകം അനിത്യമാണ്. ഈ ലോകത്തിൽ നിന്ന് നിനക്ക് ഭൗതികമായി ഒന്നും നേടാനും സാധ്യമല്ല. നേടി എന്നതൊക്കെ വെറും തോന്നലാണ്. എത്ര രാജ്യസുഖഭോഗങ്ങൾ അനുഭവിച്ചാലും അതിൽ നിന്നൊന്നും പൂർണ്ണമായ ശാന്തിയെ ലഭിക്കുകയില്ല. അനുഭവിക്കും തോറും അത് വേണമെന്ന ആഗ്രഹം കൂടുകയേ ഉള്ളൂ. എന്നാൽ അത് അനുഭവിക്കാനുള്ള നമ്മുടെ മാനസികാവസ്ഥയും ശാരീരികമായ ആ ഒരു സൗഖ്യമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അനിത്യമാണ് ഈ ലോകം, ഇവിടെ നിന്ന് ശാശ്വതമായ ശാന്തി ലഭിക്കുകയില്ല എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി, ഈ ലോകമെന്നത് അസുഖകരമാണ് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക. ഒരേയൊരു ശരണാഗതി ഭഗവാൻ മാത്രമാണ്. അങ്ങനെ മാത്രമേ പൂർണ്ണമായ ശാന്തിയോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അർജുന, എന്നെ പ്രാപിക്കാൻ വേണ്ടി അനന്യചിന്തയോടെ ഭജിക്കൂ അർജുന. അതുകൊണ്ട് മാത്രമേ നിനക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തഥാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം. ഇനി എന്താണ് അനന്യമായ ഭക്തി? എങ്ങനെയാണ് അത് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് 34-ാമത്തെ ശ്ലോകം. ഈ ഒരു ശ്ലോകത്തോടെ ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മന്മനാഭവ മദ്ഭക്തോ മദ്ഭക്തഃ മദ് യാജി മാം നമസ്കുരു മാം ഏവ ഏഷ്യസി മാമേവേഷ്യസി യുക്ത്വാ ഏവം ആത്മാനം യുക്ത്വൈവമാത്മാനം മത്പരായണഃ. മന്മനാഭവ, എപ്പോഴും എന്തിനും ഭഗവാനെ ചേർത്ത് വെച്ച് മനസ്സിൽ അങ്ങനെ ചിന്തിക്കുക. എല്ലാം ഭഗവാനാണെന്ന് ചിന്തിക്കുക. ഇങ്ങനെ പരമാത്മാവായ എന്നിൽ തന്നെ ഉറപ്പിച്ച മനസ്സോടുകൂടിയവനായി ഭവ, അങ്ങനെ ആയിത്തീരൂ അർജുന. മദ്ഭക്തഃ, എന്നെ അനുസന്ധാനം ചെയ്യുക. എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല, ഭഗവാനോടുള്ള ആ ഒരു പ്രേമം അത് ആസ്വദിക്കുക, ആ ഭക്തിയെ ആസ്വദിക്കുക. അതാണ് ഭക്തി. അങ്ങനെ മദ്ഭക്തനായിട്ട്, യഥാർത്ഥ ഭക്തനായിട്ട് ഭവ, അങ്ങനെ ഭവിക്കൂ.
മദ്യാജി, എന്ത് കർമ്മം ചെയ്യുമ്പോഴും സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന ചിന്തയോടെ ചെയ്യുക. അങ്ങനെ മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക എന്ന് വെച്ചാൽ കാണുന്നവരൊക്കെ ഭഗവാൻ തന്നെയാണല്ലോ എന്ന ചിന്തയോടുകൂടെ എല്ലാവരെയും നമസ്കരിക്കാനുള്ള ഒരു മാനസിക തലത്തിലേക്ക് ഉയരുക. ഇങ്ങനെ മത്പരായണഃ, ഞാനാണ് ലക്ഷ്യം എന്ന ആ ഒരു ബോധത്തിൽ ഉറച്ചു നിൽക്കുക. ഏവം ആത്മാനം യുക്ത്വ, ഇപ്രകാരം തൻ്റെ ആത്മാവിനെ തന്നെ തന്നെ ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ആ ഒരു സാധകൻ മാമേവ ഏഷ്യസി, ഭഗവാൻ പറയുന്നു എന്നിലേക്ക് തന്നെ അവൻ പ്രാപിക്കും, എത്തിച്ചേരും, യാതൊരു സംശയവും ഇല്ല. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കെ തന്നെ ഒരു മുക്തനായതുപോലെ ജീവിക്കാം പരമമായ ശരണാഗതി കൊണ്ട്. അതിനാണ് ഭഗവാൻ പറഞ്ഞത്, ചെയ്യുന്നത് മുഴുവൻ എനിക്ക് സമർപ്പിക്കുക. എന്ത് ചെയ്യുമ്പോഴും ആ ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുക. ഈ ലോകത്തെ ഭഗവാൻ എങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നു എന്ന് അത്ഭുതത്തോടെ ഓർക്കുക. നമ്മുടെയൊക്കെ ശരീരത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് അത്ഭുതത്തോടെ ഓർക്കുക. ഭഗവാനെ, ഇതൊക്കെ എങ്ങനെയാണ് നീ ഇത് ചെയ്തു കൊണ്ടുപോരുന്നത്, അത്ഭുതമായിരിക്കുന്നല്ലോ, ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക. കാണുന്നതൊക്കെ ഭഗവാനാണെന്ന് ചിന്തിക്കുക, അവരെ നമസ്കരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. കാരണം ഭഗവാനെ എങ്ങനെ നമ്മൾ വേദനിപ്പിക്കും? അങ്ങനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ ഭക്തനല്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെ അവരെ വണങ്ങാൻ, മനസ്സുകൊണ്ട് വണങ്ങാൻ ഒരു മനസ്സുണ്ടായിരിക്കുക. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ, ഇതങ്ങേക്കുള്ള സമർപ്പണം എന്ന രീതിയിൽ ചെയ്യുക. ഫലചിന്ത വെടിഞ്ഞ് കർമ്മം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായ കർമ്മയോഗമായിത്തീരുന്നു. പൂർണ്ണമായ ശരണാഗതി അടയുമ്പോൾ അത് പരമമായ ഭക്തിയും ആയിത്തീരുന്നു. ഇങ്ങനെ എല്ലാം കൂടി ചേരുന്ന ഈ മഹത്തായ യോഗമാണ് രാജയോഗം. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് രാജവിദ്യ, രാജഗുഹ്യം, ഇത് രഹസ്യമാണ്. പലർക്കും ഇത്രയും എളുപ്പമാണോ ഈ ലോകത്ത് ജീവിക്കാൻ എന്നറിയില്ല. അത് രഹസ്യമായിട്ട് അങ്ങനെ തുടരുകയാണ്. കാരണം ഭഗവത്ഗീത കേൾക്കണമെന്ന് പോലും അത്ര എളുപ്പമൊന്നും ആർക്കും തോന്നുകയില്ല. അങ്ങനെ കേട്ടാലല്ലേ ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ. അത് അത്രയും പുണ്യം നേടിയവർക്ക് മാത്രമേ ഭഗവത്ഗീത കേൾക്കണം എന്ന് പോലും തോന്നുകയുള്ളൂ. അങ്ങനെ തോന്നുന്നവർക്കാണ് ഈ രഹസ്യങ്ങൾ വെളിവായി കിട്ടുന്നത്. എന്നിട്ടത് ജീവിതത്തിൽ പകർത്തുകയും കൂടെ ചെയ്യുമ്പോൾ എന്ത് രസമാണ് ഈ ജീവിതം. ഇവിടെ പിന്നെ ദുഃഖങ്ങളില്ല. ഉണ്ട് എന്നത് നമ്മുടെ വെറും സങ്കല്പമാണ്. നമ്മളായിട്ടുണ്ടാക്കുന്ന ദുഃഖങ്ങളല്ലാതെ ഈ ലോകത്ത് വേറെ ദുഃഖങ്ങളില്ല. സർവത്ര ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ കൂടെ ഭഗവാനുണ്ട്. ഞാൻ എത്തിച്ചേരേണ്ടത് ഭഗവാനിലേക്കാണ്. എല്ലാം ഭഗവാനുള്ള സമർപ്പണമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദുഃഖിക്കാൻ സമയം എവിടെ? അതുകൊണ്ട് ഈ ഒരു രാജവിദ്യയിലൂടെ രാജയോഗത്തെക്കുറിച്ചറിഞ്ഞ ഭാഗ്യവാന്മാരായ നിങ്ങൾ ഓരോരുത്തരും ഈ സാധന മനസ്സിൽ ഭഗവാന് ഗുരുവായി സങ്കൽപ്പിച്ച് ഈ സാധന തുടങ്ങുക. ആ സാധനയിലൂടെ തന്നെ അനുഭവിക്കുന്ന ആത്മാനന്ദം ഇത്ര വലുതാണെങ്കിൽ ആ ഒരു സാധനയുടെ ഉയർന്ന തലത്തിലെത്തുമ്പോഴുണ്ടാവുന്ന ആനന്ദം അതെന്തായിരിക്കും? അങ്ങനെ മഹത്തായ രാജവിദ്യയെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത്. മറ്റൊന്നുമല്ല, പൂർണ്ണമായ ശരണാഗതി. അത് മാത്രമാണ് രാജവിദ്യ. തന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക. താൻ എന്നൊരു വ്യക്തി ഇല്ല ഇവിടെ. അത് തന്നെയാണ് രാജവിദ്യ.
ആ വിദ്യയിലൂടെ എത്തിച്ചേരുന്ന മഹത്തായ യോഗമാണ് രാജയോഗം. ഇങ്ങനെ സർവത്ര ഈശ്വരനെ കണ്ട് ഭജിക്കാൻ സാധിക്കണമെന്ന് മാത്രമേയുള്ളൂ. ഈ അധ്യായം മൊത്തമായിട്ടൊന്ന് സംക്ഷേപിച്ചാൽ അത് മാത്രമേ പറയാനുള്ളൂ. ബാക്കിയൊക്കെ ഭഗവാൻ പല അധ്യായങ്ങളിലായിട്ട് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച, ഒരു ഓർമ്മിപ്പിക്കൽ മാത്രമാണ്. ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, എടുക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശം ഇത് തന്നെയാണ്: അനന്യഭക്തി. ആ അനന്യഭക്തിയോടുകൂടെ ഭജിച്ചാൽ ഒരാളുടെ ജീവിതം സുന്ദരമായി തീരും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അത് സാധന ചെയ്യുക. നമ്മളൊക്കെ പുണ്യം ചെയ്തവരാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം നമ്മൾ ഭഗവാന്റെ രാജയോഗം എന്ന ആ ഒരു യോഗമാർഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. അത് മതി. അറിയാൻ തന്നെ മഹാഭാഗ്യം വേണം. ഇനി അത് പകർത്തുക, സാവധാനത്തിൽ ജീവിതത്തിൽ പകർത്തി നോക്കുക. അറിയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നമുക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും. ഇത്ര മാത്രമേ ഈ ഒരു അധ്യായത്തെക്കുറിച്ച് പറയാനുള്ളൂ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി യുക്ത്വൈവം ആത്മാനം മത്പരായണ. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ രാജവിദ്യാ രാജഗുഹ്യയോഗോ നാമ നവമോऽധ്യായഃ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.